ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ബാഡ് അഗ്ലി സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ ആണ്. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോസിറ്റീവ് അജിത് കുമാർ ഏലിയാസ് AK അല്ലെങ്കിൽ റെഡ് ഡ്രാഗൺ. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് ഇതിൽ ഏറ്റവും അടിപൊളി. ഈ ഒരു സിനിമ 2-2.5 മണിക്കൂർ മേലെ ഉണ്ട്. നമ്മളെ ഇരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് അജിത് കുമാറിൻ്റെ ആ സ്ക്രീൻ പ്രസൻസ് ആണ്. AK ഏലിയാസ് റെഡ് ഡ്രാഗൺ, ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് വരുന്നത്. ഇതിലൊരു ഗാങ്സ്റ്റർ ആയിട്ടാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ ഓരോ സീൻ നല്ല ഞെട്ടിപ്പായിട്ട് പുള്ളിക്ക് എന്ത് കൊടുത്തിട്ടുണ്ടോ അത് പുള്ളി കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ രണ്ടാമത് പറയേണ്ടത് കൊടുത്തിരിക്കുന്ന ഈ കോസ്റ്റ്യൂംസും കാര്യങ്ങളും. ഇതിൽ അജിത്തിന് കൊടുത്തിരിക്കുന്ന, സാധാരണ അജിത്ത് സിനിമകളിലെല്ലാം ഒരു കോസ്റ്റ്യൂംസ് ചില സിനിമയിൽ, ഇപ്പോൾ വിടാമുറിച്ചി സിനിമയിലെല്ലാം കോസ്റ്റ്യൂംസ് ഭയങ്കര ബോറാണ്. പക്ഷേ ഇതിലെല്ലാം നല്ല കളർഫുള്ളാണ്. അതേപോലെ തന്നെ നല്ല രസമുണ്ട് എല്ലാ കോസ്റ്റ്യൂംസും കാണാനായിട്ട്. പലതരം ഗെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇതിൽ ഒരു 1-2 ഗെറ്റപ്പ് അല്ല, അതിൽ കൂടുതൽ ഗെറ്റപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6-7 ഗെറ്റപ്പ് ഉണ്ട് എന്ന് തോന്നുന്നു. അത്രത്തോളം ഗെറ്റപ്പ് ഉണ്ട്. ബില്ലയുടെ ഗെറ്റപ്പ് ഉണ്ട്, പിന്നെ ദീന, പിന്നെ പഴയകാല ചിത്രങ്ങളുടെ കുറച്ച് ഗെറ്റപ്പ് ഉണ്ട്. അങ്ങനെ കുറേ തരം ഗെറ്റപ്പ് ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സിൽ വരുന്നൊരു ഗെറ്റപ്പ് ഉണ്ട്. ഒരു റെഡ് ഡ്രാഗൻ്റെ ഷർട്ട് ഇട്ടിട്ട് ക്ലൈമാക്സിൽ വരുന്നൊരു ഗെറ്റപ്പ് ഉണ്ട്. അതായത് ഇത്രയും ഭാഗം മൊത്തം മീശയുടെ ഇത്രയും ഭാഗം ബ്ലാക്ക് ആയിട്ട് ബാക്കിയെല്ലാം ഒരു ഗ്രേ ഹെയർ ആയിട്ട്, അത് നല്ല പൊളപ്പം ഗെറ്റപ്പാണ്. അത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതിൻ്റെ 2 പോസിറ്റീവ് പറയുന്നത്, ഇതിൽ വരുന്ന BGM, അതായത് GV പ്രകാശിൻ്റെ BGMവും GV പ്രകാശിൻ്റെ ഈ പഴയകാല സോങ്സിൽ എടുത്തിട്ടുള്ള ഒരു റീമിക്സ് ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അതിൽ 8 രൂപ പാട്ട്, പിന്നെ അതിൽ കുറേ സോങ്സ് ഉണ്ട്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതായത് തലയുടെ പഴയ പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്, ഓരോ സിനിമകളുടെ റെഫറൻസ് ഉണ്ട്. ശരിക്കും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ അജിത് കുമാറിൻ്റെ ഫാൻസിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ്. അതായത് അജിത് കുമാറിൻ്റെ ഫാനായ ഒരു സംവിധായകൻ്റെ ട്രിബ്യൂട്ടായ ഒരു സിനിമയാണ് ഇത്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇത് അജിത് ഫാൻസിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലും ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നുണ്ട്, അതുപോലെ ഫോറിൻ രാജ്യങ്ങളിലും ഇതിൻ്റെ ലൊക്കേഷൻസ് വരുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ഉണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഇത് ഫാൻസിന് വേണ്ടി മാത്രമുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. കാരണം ജനറൽ ഓഡിയൻസിനൊന്നും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ചില ആൾക്കാരുടെ അഭിനയം ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അത് നമുക്ക് എന്താ പറയുക, ചില സമയത്ത് അത് അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അത് തൃഷയുടെ ഒക്കെ അഭിനയം ഭയങ്കര അരോചകമാണ്. പിന്നെ റെഡ് കിങ്സ്ലിയുടെ അഭിനയം, അത് എല്ലാ പടങ്ങളിലും ആ വെറുപ്പിക്കലാണെങ്കിൽ കൂടി ഇതിലും അതേ വെറുപ്പിക്കലുണ്ട്. പിന്നെ ഈ മകനായിട്ട് വരുന്ന അവൻ്റെ അഭിനയം, അത് എന്തോ മലയാറിലും ഈ എമ്പുരാനിലൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇതിലെന്തോ ലിപ്സിങ്ക് മാച്ചാവാത്തതുകൊണ്ടാണ് എന്താ സംഭവം എന്ന് അറിയില്ല. അഭിനയം ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീലിംഗ് ആണ് അതൊക്കെ. പിന്നെ ഒരു നെഗറ്റീവായി തോന്നിയത് ഇതിലെ വില്ലൻ അർജുൻ ദാസ്. അതായത് അജിത്തിന് പറ്റിയൊരു വില്ലനല്ല അർജുൻ ദാസ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഇതിൽ അർജുൻ ദാസ് എത്രത്തോളം ഓക്കെ ആയിരിക്കും എനിക്ക് അറിയില്ല എന്ന്. കാരണം സ്ട്രോങ് വില്ലനല്ല. അജിത്തിൻ്റെ ക്യാരക്ടർ ഒന്നാമത് ഒരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഗാങ്സ്റ്ററാണ്. അപ്പോൾ ആ വ്യക്തിക്ക് പറ്റിയൊരു വില്ലനല്ല. എനിക്ക് തോന്നുന്നു ജാക്കി ഷെറാഫ് ഉണ്ട്. ജാക്കി ഷെറാഫിനൊക്കെ മെയിൻ വില്ലനാക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് അർജുൻ ദാസ് ഒന്നും ഒരു മെയിൻ വില്ലനായിട്ട് വരുമ്പോൾ നമുക്ക് കാണാനും തന്നെ ഒരു ഗുമ്മില്ല. പിന്നെ ചില സീൻസൊക്കെ എനിക്ക് ക്രിഞ്ചായി തോന്നി, ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ചില സീൻസൊക്കെ എന്താ പറയുക, തള്ളൽ എന്നൊക്കെ പറയില്ല, ഒരാൾ വരുമ്പോൾ അയാളെ പുകഴ്ത്തുക എന്ന് പറയില്ലേ, അങ്ങനെ കുറേ പേര് ഈ പുകഴ്ത്താൻ വേണ്ടി മാത്രമായിട്ട് കുറേ പേരുണ്ട്. ആ സീൻസൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. കാരണം അത് വെറുതെ ഇതിനു വേണ്ടി മാത്രം കുറേ ക്യാരക്ടർ പുകഴ്ത്താനായിട്ട് വേണ്ടി മാത്രം, ഒരാൾ അപ്പുറത്തുനിന്ന് പുകഴ്ത്തുന്നു, ഒരാൾ ഇപ്പുറത്തുനിന്ന് പുകഴ്ത്തുന്നു, അങ്ങനെ ഒരു കുറേ അച്ചല വിച്ചല ക്യാരക്ടർ കുറേ പേരുണ്ട്. പിന്നെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഈ കഥയ്ക്കൊരു ഇമോഷൻ വൈസ് ഒരു കണക്ഷൻ ഇല്ല എവിടെയും. ഒരു ഫാദർ സൺ ബന്ധമോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് ബന്ധമോ ഇതിനൊന്നും ഒരു കണക്ഷൻ ഇല്ല. നമുക്ക് കണക്ട് ആവില്ല അവരുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും. എന്തോ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണ പോലെ നമുക്ക് തോന്നുള്ളൂ. ഈ സിനിമ
കാണാൻ പറ്റിയൊരു സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. പിന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഫാൻസിന് വേണ്ടി മാത്രമായിട്ട് എടുത്ത സിനിമയാണ്. അതായത് അജിത് കുമാർ ഫാൻസിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ്.